ഇപ്പോൾ ഈ അമ്പിളിച്ചേട്ടനെ പറ്റി പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കാര്യമാണ് പുള്ളി ഷോട്ട് എടുക്കുമ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ചില ഡയലോഗ് പറയും, ചില മൊമെന്റ്സ് അത് ഒട്ടും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഡയറക്ടർ നിർബന്ധമായിട്ട് പറയണം. ഒന്നില്ലെങ്കിൽ അത് പറഞ്ഞിട്ട് ചെയ്യണമായിരുന്നു എന്ന് പറയണം, അല്ലെങ്കിൽ നന്നായിരുന്നു അതുകൊണ്ട് ഓക്കെ എന്ന് പറയണം, അതല്ലെങ്കിൽ അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് മാറ്റണം. കഴിവായിട്ട് അതൊരു മിടുക്കായിട്ടും വെക്കുന്നത് ഒട്ടും ശരിയായിട്ടൊരു കാര്യമല്ല. അതായത് വലിയ നടനാണ് അത്. എന്താ വെച്ചാൽ ആ സീൻ ഹർട്ട് ചെയ്യുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് അതിന്റെ കൂടെ നിൽക്കുന്ന ആർട്ടിസ്റ്റുകളുണ്ട്. നമ്മളൊരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചാൽ പോയിരിക്കും. നമ്മുടെ ഡയലോഗ് ഇങ്ങനെ ഇയാൾ പറഞ്ഞ് നിർത്തുന്ന ഡയലോഗിന്റെ അവസാന വാക്ക് ഇതാണ്, ആ വാക്ക് കണക്ട് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ ഞാൻ ഡയലോഗ് പറയും. അത് ആ കണക്ഷൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ പറഞ്ഞൊപ്പിക്കുമായിരിക്കും, പക്ഷെ നമ്മുടെ പറഞ്ഞൊപ്പിക്കലാവും. അപ്പോൾ വീക്കാകുന്നത് ഈ നടനാണ്. അദ്ദേഹം അവിടെ ജയിക്കും, ഒരാൾ പരാജയപ്പെടും എൻ്റെ ഒപ്പം. അപ്പോൾ അതുകൊണ്ട് അത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല. ഈ സ്വന്തമായിട്ട് സ്പോണ്ടേനിയസ് ആയിട്ട് ഇടുക എന്ന് പറയുന്നത് ഒട്ടും നല്ല ലക്ഷണമല്ല. പിന്നെ ജഗതിച്ചേട്ടൻ കൂടെ അഭിനയിക്കുമ്പോഴാണ് മാക്സിമം ഞാൻ ചിരിച്ചിട്ട് എനിക്ക് ചിരി കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എല്ലാ ഇമോഷൻസും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എനിക്ക് അപ്പോൾ പ്രത്യേകിച്ച് ചിരി. ഞാൻ ജഗതിച്ചേട്ടൻ എന്തെങ്കിലും കാണിക്കുകയാണെങ്കിൽ ഇപ്പോൾ കാണിച്ചത് ഞാൻ ടേക്കിൽ ചിരിക്കും, പ്ലീസ് പ്ലീസ്. അത്രയും കോമ്പിനേഷൻ ആണ്. എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടാവും. ഒന്നുമില്ലെങ്കിൽ ഞാൻ എങ്ങനെ കാണിക്കുള്ളൂ എന്ന് പറയും. അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് വേറെ എന്തെങ്കിലും കാണിക്കും. അതോടുകൂടി ഞാൻ ചിരിയാണ് തുടങ്ങും. പല സിനിമകളിലും കാണാം ജഗതിയുടെ കൂടെ അഭിനയിക്കുമ്പോൾ എൻ്റെ ഷോൾഡർ മാത്രം ഇങ്ങനെ കുലുങ്ങുന്നുണ്ട്. കൂടെയൊക്കെ അഭിനയിക്കുന്ന പറഞ്ഞ ഓരോ സർവകലാശാലയിൽ ജഗതിച്ചേട്ടൻ്റെ കൂടെ അപ്പം മാറ്റിക്കൊണ്ടിരിക്കില്ല സംഗതി. റിഹേഴ്സൽ കാണിക്കുന്നില്ല, ടേക്കിൽ കാണിക്കുന്നത്.